ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമോഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രണ്ട് കൈകളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിന്റെ വലിയ അനുഗ്രഹം എല്ലാ വ്യക്തികളിലും, കുടുംബങ്ങളിലും, സമൂഹങ്ങളിലും, ദേശങ്ങളിലും എത്തിച്ചേരുവാൻ കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടി സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നന്നായി കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. കർത്താവിതാ നമ്മളിൽ പ്രവർത്തിക്കും. ഈശോയുടെ സജീവമായ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓരോരുത്തരും അഭിഷേകമുള്ളവരായി തീരാൻ അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ദൈവശക്തി നിറയട്ടെ, ദിവ്യകാരുണ്യ ശക്തി നിറയട്ടെ. അഭിഷേകം ജ്വലിക്കട്ടെ. അധരങ്ങളിലൂടെ, ഹൃദയങ്ങളിലൂടെ കർത്താവിന്റെ ശക്തി വന്ന് നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് കരങ്ങൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ചേർന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്, മക്കളെ സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായും സമർപ്പിച്ച്, ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് ആരാധിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഓരോരുത്തരെയും ആത്മജ്വാല ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഓരോ ദിവസവും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് വചനം ശ്രവിച്ചും ദിവ്യകാരുണ്യമായ കർത്താവിനെ ആരാധിച്ചും ആത്മീയമായി വളരുന്ന അനുഗ്രഹീതമായ അവസരങ്ങളാണ് കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അല്പസമയം പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ആത്മീയ അഭിഷേകത്തിൽ വളരുവാൻ ഞാൻ എന്ത് ചെയ്യണം? ആത്മീയ അഭിഷേകത്തിൽ വളരുവാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും അങ്ങേയറ്റം ആഗ്രഹിക്കുന്നുണ്ട് ആത്മീയമായി വളരണമെന്ന്. ഇങ്ങനെ ആത്മീയ അഭിഷേകത്തിൽ വളരാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും പ്രിയമുള്ളവരെ 6 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനപൂർവം ദിവ്യകാരുണ്യമായ ഈശോയുടെ സന്നിധിയിലായിരുന്നുകൊണ്ട് മനസ്സിലാക്കുന്നതും ധ്യാനിക്കുന്നതും. 1, ആത്മീയ അഭിഷേകത്തിൽ വളരുവാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: വലിയ എളിമയോടെ ജീവിക്കുക. എളിമയോടെ ജീവിക്കണം. എന്താണ് ഈ എളിമയോടെ ജീവിക്കണമെന്ന് പറയുന്നതെന്നോ? ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, അതൊരു വൈദികനാകട്ടെ,
ഒരു സിസ്റ്ററാകട്ടെ, സന്യാസിയാകട്ടെ, അൽമായനാകട്ടെ, ആരായാലും ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി ഭൗതികമായ ഒരു പ്രതിഫലം അതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കണം ആത്മീയ ശുശ്രൂഷകളിൽ നമ്മൾ മുഴുകുന്നത്. പലപ്പോഴും നമ്മൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ട്, ആത്മീയ ശുശ്രൂഷയിൽ വളർന്നു എന്ന് തോന്നുമ്പോഴത്തേനും എനിക്ക് പ്രഥമ സ്ഥാനം കിട്ടണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും എന്നെ ആദരിക്കണം, എന്നെ ആര് കണ്ടാലും ആദരവോടെ എൻ്റെ മുൻപിൽ നിൽക്കണം. ഇങ്ങനെ ഒന്നാം സ്ഥാനത്തിനായിട്ട് ആഗ്രഹിച്ചാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ അഭിഷേകത്തിൽ അവസാന സ്ഥാനക്കാരായി പോകും. അപ്പോൾ ആത്മീയ അഭിഷേകത്തിൽ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം ഇതാണ്: എളിമയോടുകൂടി ജീവിക്കാനായിട്ട് ഓരോ ദിവസവും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം വചനത്തിൽ ഈശോ ഇപ്രകാരം പറഞ്ഞത്: നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ പിതാവായ ദൈവം മാത്രമേ കണ്ടാൽ മതി, മറ്റുള്ളവരെ കാണിക്കാനായിരിക്കരുത്. ഞാൻ വലിയ ആളാണ്, ഞാൻ മഹാനായ വ്യക്തിയാണ്, ഞാൻ ആനയേക്കാൾ വലിപ്പമുള്ള ആളാണ് എന്നൊന്നും ചിന്തിക്കരുത്. എളിമയോടെ ജീവിക്കണം. ഇതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമതായിട്ട് ആത്മീയാഭിഷേകത്തിൽ വളരുന്നതിനുള്ള രണ്ടാമത്തെ മാർഗം തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കിരുന്ന് ഏറെ നേരം പ്രാർത്ഥിക്കണം. അതെന്താണെന്നോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം അങ്ങനെ കാണാം. മോശ സീനായ് മലയിലേക്ക് കയറിപ്പോയിട്ട് 40 ദിവസവും 40 രാവും പകലും പ്രാർത്ഥിച്ചപ്പോൾ 10 കൽപ്പനകൾ ദൈവം കൊടുത്തില്ലേ പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽ ജനങ്ങൾക്ക് തലമുറ തലമുറയായിട്ട് അനുവർത്തിക്കേണ്ട നിയമങ്ങൾ ദൈവം മോശയോട് വളരെ പേഴ്സണലായിട്ട് സംസാരിച്ചു, നിയമങ്ങൾ കൊടുത്തു. ഈശോ 40 ദിവസം മരുഭൂമിയിൽ പ്രാർത്ഥിച്ചു. ഏലിയ പ്രവാചകൻ ഗുഹയിലിരുന്ന് എരിഞ്ഞ് പ്രാർത്ഥിച്ചു. അസീസി പുണ്യവാൻ മിക്കവാറും എപ്പോഴും തന്നെ തനിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അത് നാട്ടിലായാലും കാട്ടിലായാലും ഗുഹകളിലായാലും എവിടെയായാലും ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് തപം ചെയ്യുമ്പോഴാണ് കർത്താവിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും കിട്ടുക. അതുകൊണ്ട് അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് വചനം ശ്രവിക്കണം. അത് വചനം ശ്രവിക്കലാകാം, വചനം വായിക്കലാകാം. വചനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ ജോയേൽ പ്രവാചകനിലൂടെ പിതാവായ ദൈവം ഇപ്രകാരം അരുളിച്ചത്: യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, നീ രാവും പകലും വചനം ധ്യാനിക്കുക. എന്നിട്ട് പറയുന്ന വചനമാണ് ഏറെ പ്രധാനപ്പെട്ടത്. അത് നിന്റെ ജീവനാണ്. വചനം നിന്റെ ജീവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി അഭിഷേകത്തിൽ വളരേണ്ട ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യം ഇതാണ്: വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനത്തിൽ വളരാനായിട്ട് ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം അതിപ്രകാരമാണ്. നാലാമതായിട്ട് ആത്മീയമായി അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: നാവിനെ നിയന്ത്രിക്കുക. ശ്രദ്ധിക്കണം, ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാവിനെ നിയന്ത്രിക്കണം. എന്താ അങ്ങനെ പറയുന്നതെന്നോ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വചനത്തിൽ ഇപ്രകാരമാണ് ദൈവം തന്നെ നേരിട്ട് പറയുന്നത്: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ അധരങ്ങളായി നമ്മൾ മാറണമെങ്കിൽ നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാം വചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്.
വീണ്ടും യാക്കോബ് ശ്ലീഹ പറയുന്നു 3-ാം അധ്യായം 5-ാം വചനത്തിൽ, നാവ് വളരെ ചെറിയ ഒരു അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വചനത്തിൽ പറയുന്നു, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങൾ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. ആത്മീയ അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നാവിനെ നിയന്ത്രിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാം വചനം പറയുന്നു, അതിനാൽ നിങ്ങൾ നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ഒരാളെ പോലും നിന്ദിക്കരുത്. എത്ര ചെറിയവനാകട്ടെ, എത്ര കഴിവ് കുറഞ്ഞവനാകട്ടെ, എത്ര വലിയവനാകട്ടെ, നിന്നാ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വായിൽ നിന്ന് വരരുത്. കാരണം എന്താ? എല്ലാവരും കർത്താവിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും. ചിലപ്പോൾ ആത്മീയമായ വളർച്ചയില്ലാത്തവർ, ബുദ്ധിപരമായ കഴിവ് കുറഞ്ഞവർ, ശാരീരിക വൈകല്യങ്ങളുള്ളവർ, ഒരാളെയും നോക്കി ഒരു തരത്തിലും അവരൊരു കുറവുകളെ കണ്ട് അവരൊരു വൈകല്യത്തെ നോക്കിക്കൊണ്ട് നിന്ദിക്കരുത്. കാരണം എല്ലാവരും ദൈവത്തിൻ്റെ, കർത്താവിശംസിഹായുടെ സൃഷ്ടികളാണ്. അപ്പം നാവിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മീയ അഭിഷേകത്തിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. 5-ാമത്തെ കാര്യം, വ്യക്തിപരമായ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വ്യക്തിപരമായ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടല്ലേ കർത്താവിശംസിഹാ പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിശുദ്ധി, അത് ചിന്തയുടെ വിശുദ്ധി, സംസാരത്തിൻ്റെ വിശുദ്ധി, ഹൃദയത്തിൻ്റെ വിശുദ്ധി, ശരീരത്തിൻ്റെ വിശുദ്ധി, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവർക്ക് ആത്മീയ അഭിഷേകത്തിൽ വളരാൻ സാധിക്കും. ഇനി ഈ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിലോ, ചിലപ്പം നമ്മൾ ഓർക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ വളർന്നോളാം എന്ന്. പ്രിയപ്പെട്ടവരെ, അത് അങ്ങനെയുള്ള വളർച്ച വിളർച്ചകളായി മാറുകയും ആ വിളർച്ച അവസാനം സർവനാശത്തിൽ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന ആത്മീയ അഭിഷേകത്തിൽ വളരണമെങ്കിൽ അതിനാഗ്രഹിക്കുന്ന ഓരോരുത്തരും വ്യക്തിപരമായ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചേ മതിയാകൂ. അതാണ് പ്രിയപ്പെട്ടവരെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു സാംസനെ ദൈവം പ്രത്യേകമായി അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് വളർത്തി കൊണ്ടുവന്നുവെങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും കൊടുത്തില്ല. എല്ലാ തരത്തിലും അശുദ്ധിയിൽ ഇങ്ങനെ മുങ്ങി താണ് പോയി കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്ത കൃപകൾ എല്ലാം വറ്റിപ്പോയി, വരണ്ടുപോയി, ഉണങ്ങിപ്പോയി. വലിയ ദുരന്തത്തിൽ ആ മനുഷ്യൻ്റെ സാംസന്റെ ജീവിതം കലാശിക്കുകയും ചെയ്തു. ഏക കാരണം ഇതാണ്, ജീവിതത്തിലെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ല. അതുകൊണ്ട് ഇതാണ് 5-ാമത്തെ കാര്യം. ആത്മീയ അഭിഷേകത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടത്, വ്യക്തിപരമായ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഇനി 6-ാമത്തെ കാര്യം ഇതാണ്, ആത്മീയ അഭിഷേകത്തിൽ വളരണമെങ്കിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, നിരന്തരം സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ആത്മീയ മർമ്മം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ അധരത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ തെറ്റുകളോ കുറവുകളോ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളഞ്ഞ് എല്ലാ ബന്ധന കെട്ടുപാടുകളും അഴിച്ച് കർത്താവിനെ സർവ്വ സ്വാതന്ത്ര്യത്തോടെ സ്തുതിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ആത്മീയ അഭിഷേകത്തിൽ വളരും. ഓർക്കണം, പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ രൂപങ്ങളിൽ ഒന്നാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പത്രോസ് ജയിലിൽ കിടന്നപ്പോൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന്, കാലുകളിൽ നിന്ന് എല്ലാ ചങ്ങലകളും താനെ അഴിഞ്ഞുപോയത്? ഒരു വലിയ സമൂഹം പത്രോസിനായി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും
പത്രോസ് ജയിലിൽ കിടന്നുകൊണ്ട് സ്തുതിക്കുകയും ചെയ്തപ്പോൾ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോയില്ലേ? വീണ്ടും നമ്മൾ കാണുന്നില്ലേ, പൗലോസും സീലാസും ഇങ്ങനെ ബന്ധനസ്ഥരായി ജയിലറയിൽ കഴിയുന്ന സമയത്ത് അവരെന്താ ചെയ്തത്? തങ്ങളുടെ ദുര്യോഗത്തെ ഓർത്തുകൊണ്ട് പഴിക്കുകയല്ല ചെയ്തത്, ശപിക്കുകയല്ല ചെയ്തത്. അവർ ചങ്ങലകൾ കൊണ്ട് താഴെ നിലത്ത് തറയിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ട് താളം പിടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ആ സ്തുതിപ്പിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ ഹൃദയത്തിലാണ് ചെന്ന് പതിച്ചത്. ദൈവം സ്തുതിപ്പിൻ്റെ സിംഹാസനത്തിൽ ആ ജയിലറയിലേക്ക് ഇറങ്ങി വരികയും ജയിലിൻ്റെ എല്ലാ വാതിലുകളും ഒന്നൊന്നായി തുറക്കപ്പെടുകയും പത്രോസിൻ്റെയും സീലാസിൻ്റെയും കൈകളിൽ നിന്നും ശരീരത്തിൽ നിന്നും കാലുകളിൽ നിന്നും ചങ്ങലകൾ അഴിഞ്ഞു പോവുകയും ചെയ്തു. അവർ സ്വതന്ത്രരായില്ലേ? സ്തുതിച്ച് പ്രാർത്ഥിക്കുക, എല്ലാ തരത്തിലുള്ള ബന്ധന കെട്ടുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോവുകയും അഭിഷേകത്തിൽ നമ്മൾ വളരുകയും ചെയ്യും. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് ആത്മീയ അഭിഷേകത്തിൽ ഒരു വ്യക്തി വളരണമെങ്കിൽ ചെയ്യേണ്ട കാര്യം. 6 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 1, എളിമയോടെ ജീവിക്കണം. 2, തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. 3, വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. 4, നാവിനെ നിയന്ത്രിക്കണം. 5, വിശുദ്ധിയിൽ ജീവിക്കണം. 6, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും 2 കരങ്ങളും തുറന്നു പിടിച്ച് ദിവ്യകാരുണ്യമായ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആത്മീയ അഭിഷേകത്തിൽ വളരുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളെയും എടുത്തു മാറ്റി കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകത്തിൽ വളർത്തണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. എല്ലാവരും അല്പം കൂടെ ഉറക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക ആഗ്രഹത്തോടെ. കർത്താവേ, ആത്മീയമായി ഞങ്ങളെ വളർത്തണമേ, ആത്മീയമായ അഭിഷേകം നൽകണമേ, ആത്മീയമായി ഉയർത്തണമേ എന്ന് 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കുക മക്കളെ, ശബ്ദമുയർത്തി സ്തുതിക്കുക. അതരത്തിന്റെ ബന്ധനങ്ങളൊക്കെ വിട്ടുപോകട്ടെ, അതരത്തിന്റെ കെട്ടുപാടുകൾ മാറിപ്പോകട്ടെ. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് വിളിച്ചുണരട്ടെ. യേശുവേ എന്ന് വിളിക്കുക, യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, രണ്ട് കൈകളും ഉയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ചേർന്ന് കരങ്ങൾ കൂപ്പുക. കർത്താവേ, ഈ ആരാധനാ സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിച്ച് നാവിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും വരുന്ന എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കളയുവാൻ കൃപ നൽകണമേ. അഭിഷേകത്തിൽ വളരുവാൻ കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ അധരങ്ങളെ അങ്ങയുടെ അധരമാക്കി തീർത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അധരം തുറക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള അസഭ്യങ്ങൾ വിട്ടുപേക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ അധരങ്ങളിലൂടെ നല്ലത് പറയുവാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അധരങ്ങളെ ഉപയോഗിക്കുവാനും ഓരോരുത്തരെ അനുഗ്രഹിക്കുവാനുള്ള വാക്കുകൾ മാത്രം വരുന്ന വിധത്തിൽ കർത്താവെ, ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏതെങ്കിലും തരത്തിലുള്ള അസഭ്യങ്ങൾ പറഞ്ഞ് പാപകരമായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം വിധിച്ച് മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ പഴിചാരുന്ന ഒരു പ്രകൃതത്തിൽ നിന്ന് ഞങ്ങളുടെ അധരങ്ങളെ കാത്തുരക്ഷിക്കണമേ. അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളെയും മാറ്റിക്കളഞ്ഞ് അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിക്കുക മക്കളെ. നമുക്ക് കർത്താവ് അധരങ്ങൾ തന്നിട്ടുള്ളത് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ? നമുക്ക് കർത്താവ് അധരങ്ങൾ തന്നിട്ടുള്ളത് അവിടുത്തെ സ്തുതിച്ച്
പ്രാർത്ഥിക്കാനല്ലേ? കരമുയർത്തി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അധരങ്ങൾ തുറന്ന് സ്തുതിക്കുന്ന മക്കളിലേക്ക് കർത്താവ് വലിയ ശക്തി അഭിഷേകം ചൊരിയും. വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, കരങ്ങൾ കൂപ്പി എല്ലാവരും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്ന് നീ വിശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് നീ വിശുദ്ധീകരിക്കപ്പെടുന്നുവെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. എൻ്റെ കർത്താവെ, ഈ ആരാധനാ സമയത്ത് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. വിശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള പാപത്തിൻ്റെ ഘടകങ്ങളെയും ഞങ്ങളുടെ ചിന്തയിൽ നിന്നും മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും സമൂലം മാറ്റിക്കളയുവാൻ ഇടയാക്കണമേ. ഹൃദയശുദ്ധിയോടെ ജീവിച്ച് അങ്ങയെ കണ്ട് ജീവിക്കാൻ ഇടയാക്കണമേ. പ്രാർത്ഥനയിൽ വളരാൻ, ആത്മീയ ജീവിതത്തിൽ അഭിഷേകം ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളെയും കറകളെയും കർത്താവെ കഴുകിക്കളയണമേ, എടുത്തു കളയണമേ. മക്കളെ, നമുക്ക് രണ്ട് കരങ്ങളും ആഗ്രഹത്തോടെ ഉയർത്തിപ്പിടിക്കാം. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ കൈകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അധരങ്ങളെ, നമ്മുടെ ശരീരത്തെ, ശരീര അവയവങ്ങളെ കർത്താവെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധിക്ക് തടസ്സം നിൽക്കുന്ന സകല ഘടകങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സമൂലം എടുത്തു കളയണമേ, നിശേഷം മാറ്റിക്കളയണമേ. കർത്താവെ, മാലിന്യങ്ങളൊക്കെ മാറ്റിക്കളയണമേ. ഇരു കരങ്ങളും ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരുമിച്ച് കർത്താവിനെ വിളിക്കട്ടെ. യേശുവേ, എല്ലാവരും ചേർന്ന് കൈകൾ കൂപ്പിക്കൊണ്ട് ഒരുമിച്ച് മുട്ടുകൾ കുത്തിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ഇരു കരങ്ങൾ യാചനാരൂപത്തിൽ തുറന്നു പിടിച്ച് കർത്താവിനെ എളിയ സ്വരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റു സ്വീകരിക്കാം. കർത്താവ് യേശുമിശിഹ, ദിവ്യകാരുണ്യമായ കർത്താവ് നമ്മളെ ആശീർവദിക്കുമ്പോൾ എല്ലാ മാലിന്യങ്ങളും മാറും. അഭിഷേകത്താൽ നമ്മൾ നിറയും. ആത്മീയ അഭിഷേകത്തിൽ കർത്താവ് നമ്മളെ വളർത്തും, നമ്മളെ ഉയർത്തും. എളിമയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അധരം കൊണ്ട്, ഹൃദയം കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് നമ്മളെ അഭിഷേകത്താൽ നിറയ്ക്കും, അഭിഷേകത്താൽ ജ്വലിപ്പിക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ചൊരിയണമേ. കർത്താവേ, വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ലോകത്തിന്റെ സുഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവേ, അങ്ങയെ മാത്രം ആശ്രയിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ഞങ്ങളുടെ മാലിന്യങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പാപത്തിന്റെ സാഹചര്യങ്ങളും പാപം ചെയ്യാനുള്ള പ്രവണതകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കർത്താവേ, അങ്ങയെ സ്നേഹിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.